കയ്യേറ്റം. കോടതി ഉത്തരവിനെ തുടർന്ന് പരിശോധന നടത്തി ഭൂരേഖ ഉദ്യോഗസ്ഥർ. സ്വകാര്യ വ്യക്തികൾ പുഴ കയ്യേറി റോഡ് നിർമ്മിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരായ ജോയ് കൈത്താരം, എലപ്പുള്ളി സ്വദേശി കൃഷ്ണൻകുട്ടി എന്നിവർ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കയ്യേറ്റം പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ വ്യാവസായിക പാർക്കിനായി പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലയിൽ നടപടികൾ ആരംഭിച്ചതോടെ പുതുശ്ശേരി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പിടിമുറുക്കിയത്. ചുളുവിലേക്ക് നെൽപ്പാടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മണ്ണിട്ട് നികത്തി കോടികൾ കൊയ്യാനാണ് നീക്കം. തണ്ണീർത്തട നിയമം ലംഘിച്ച് നികത്തിയ ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കാനാണ് ഭൂമാഫിയ പുഴ കയ്യേറി റോഡ് നിർമ്മാണം ആരംഭിച്ചത്. കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ വ്യവസായ പാർക്ക് വരുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നതാണ് വ്യവസായ പാർക്ക്. കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ മൂലകേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയാണ്. വ്യവസായ പദ്ധതികൾ യാഥാർത്ഥ്യമാവുന്നതോടെ വീട് വെക്കാൻ ആവശ്യക്കാർ ഏറെ ഉണ്ടാവുമെന്ന മുൻകാഴ്ചയിലാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വയലുകൾ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത്. രാഷ്ട്രീയ, ഉദ്യോഗ, ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള മാഫിയകൾക്കെതിരെ പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ ചെറുവിരലനക്കുന്നില്ല. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ മാത്രമല്ല പുഴ കയ്യേറ്റവും കുളം നികത്തലും തകൃതിയായി നടക്കുന്നുണ്ട്. കൈക്കൂലി കേസിൽ പിടിയിലായ പുതുശ്ശേരി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ വഴിവിട്ട സഹായവും ഭൂമാഫിയകൾക്ക് ലഭിച്ചിരുന്നു. ജനകീയ ആവശ്യങ്ങളെ അവഗണിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് റോഡും പാലവും തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതെന്ന പരാതിയും ശക്തമാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തു വരുന്നതുമായ വയലുകൾ മണ്ണിട്ടു നികത്തുന്നതിനെതിരെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാതെ വന്നതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, ഭൂരേഖ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് കയ്യേറ്റ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. പരാതിക്കാരായ ജോയ് കൈതാരത്തിൽ, കൃഷ്ണൻകുട്ടി, മനുഷ്യാവകാശ പ്രവർത്തകരായ പത്മനാഭൻ, അബൂബക്കർ എന്നിവരും പ്രദേശവാസികളും പരിശോധനാ വേളയിൽ സ്ഥലത്തെത്തി. കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാക്കിയില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ നീക്കം.